പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നന്മയുടെ പ്രത്യേകത. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നന്മയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതന് വേണ്ടി ചെയ്യുന്ന നന്മയുടെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, അവരുടെ ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയാണ് ഒരു ദൈവ പൈതന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന നന്മയുടെ പ്രത്യേകത എന്ന് പറയുന്നതും ആരും ഉപയോഗിച്ച് കളഞ്ഞതിനെയോ, ആർക്കും വേണ്ടാത്തതിനെയോ, ആരും ചിന്തിക്കാത്തതിനെയോ, ചിന്തിച്ചിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതിനെയോ അല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന തൻ്റെ ഭക്തർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അങ്ങനെയുള്ള നന്മയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. നീ ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ മതി. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ചെയ്യുന്നതും ആരും നിനക്ക് ചെയ്തിട്ടില്ലാത്തത്, ആരും നിനക്ക് നൽകിയിട്ടില്ലാത്തത്, ആരും നിന്നോട് പറഞ്ഞിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായ ഒരു നന്മയാണ് സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പൈതങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ ചെയ്യുന്നതും. വേദപുസ്തകത്തിൽ നിന്നും 3 വ്യക്തികളെ വ്യക്തമായിട്ട് ഈ വചനത്തിന് വ്യക്തമായിട്ട് ഈ വചനത്തിൻ്റെ തെളിവ് സഹിതം നമുക്ക് കാണുവാൻ കഴിയും. അതായത് രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രൂത്തിന്റെ ജീവിതത്തിൽ ബത്ലഹേം എന്ന് പറഞ്ഞ അപ്പത്തിൻ്റെ നാട്ടിൽ നിന്നും ശ്രേഷ്ഠകരമായി ആ പട്ടണത്തിൽ അവൾ മാന്യതയും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു. ആ പട്ടണത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെടുന്നു. അവൾക്ക് ആ പട്ടണത്തിലുള്ള ഏറ്റവും സമ്പന്നനായ കുടുംബത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നന്മ കൊടുത്ത് ദൈവം അവളെ മാനിക്കുന്നു. ഈ മാന്യതകളും അനുഗ്രഹങ്ങളും രൂത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, മോബാബ് ദേശക്കാരിയായ രൂത്ത്, വിഗ്രഹങ്ങളുടെ നാട്ടിൽ പാർക്കപ്പെട്ട രൂത്ത്, അവൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു. ജീവനുള്ള ദൈവത്തെ, എലീമേലെക്കിന്റെ കുടുംബത്തിൽ നിന്നും സത്യദൈവത്തെ അവൾ തിരിച്ചറിഞ്ഞു. ആ സത്യദൈവത്തെ സ്നേഹിക്കുവാനും ആ ദൈവത്തോടുകൂടെ തന്നെ അവസാനം വരെ ജീവിപ്പാൻ അവൾ എടുത്ത ദൃഢനിശ്ചയവും തീരുമാനമാണ്. അർഹതയില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മയുടെ അനുഗ്രഹത്താൽ രൂത്തിനെ ദൈവം മാനിക്കുവാനുള്ള കാരണം, അവൾ തൻ്റെ അമ്മായിയമ്മയായ നവോമിയോട് പറഞ്ഞു, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ നമ്മെ വേർതിരിപ്പാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പരദേശിയായ അവൾ മോബാബ് ദേശത്തുനിന്ന് ബത്ലഹേമിലോട്ട് നവോമിയോടുകൂടെ വന്നു പാർക്കുമ്പോൾ ബത്ലഹേമിലെ പലരും അവളെ നോക്കി പരദേശി എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി. പക്ഷേ അവൾ ദൈവസനയിൽ എടുത്ത ദൃഢനിശ്ചയവും അവൾ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തോടുകൂടെ ചേർന്നിരുന്നപ്പോൾ ദൈവം അവളെ സ്നേഹിക്കുകയും ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയ നന്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും പ്രവർത്തിക്കാത്തതുമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ അവകാശിയുടെ അനുഗ്രഹത്തിൻ്റെ ഉടമയാക്കി അത്ഭുതമാക്കി സർവശക്തനായ ദൈവം തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കു വേണ്ടി അടയാള സഹിതം രൂത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, തോന്നിയിട്ടുമില്ലാത്തത് നീ ഒരു അത്ഭുതത്തോടുകൂടെ ദൈവം സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് പലർക്കും ഒരു അത്ഭുതമായി തീരും. പലർക്കും നീ ഒരു തിളങ്ങുന്ന മുത്തായിത്തീരും. പലർക്കും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അവരെ ചെവി മുഴങ്ങിപ്പോകത്തക്കവണ്ണം, അവരത്ഭുതപ്പെട്ടു പോകത്തക്കവണ്ണം സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് അത്രത്തോളം അത് അനുഗ്രഹവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മനുഷ്യന്റെ മുഖം നോക്കി നീ നിരാശപ്പെടുന്നുവോ? മനുഷ്യൻ മുഖം മറച്ചു പോകുന്നുവോ? മനുഷ്യൻ നിന്റെ കഷ്ടത കേട്ടിട്ട് കേൾക്കാത്തതുപോലെ പോകുന്നുവോ? മനുഷ്യൻ നിന്നെക്കുറിച്ച് ഒരു ദിവസം പോലും ഓർക്കാതിരിക്കുന്നുവോ? നീ അത് കണ്ടിട്ട് നിരാശപ്പെടേണ്ടവരല്ല. നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കണ്ണുണ്ട്. ആർക്കും തരാൻ കഴിയാത്ത ഒരു നന്മ, ആർക്കും വിടിവിക്കാൻ കഴിയാത്ത ഒരു നന്മ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ആ ചെയ്യുന്ന നന്മയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ നന്മയാണ് തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു ദൈവഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുന്നത്. അതുകൊണ്ട് നിന്റെ ഏതൊരു പ്രശ്നത്തിലും നീ ഭാരപ്പെടേണ്ട. ഒറ്റ കാര്യം, നീ ദൈവത്തെ സ്നേഹിക്കുക, നീ ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യക്തമായ അടയാളം ആർക്കും ചെയ്യാൻ കഴിയാത്ത നന്മയുടെ അനുഗ്രഹങ്ങൾ നൽകി സ്വർഗത്തിൽ അപ്പൻ നിന്നെ മാനിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിങ്ങളെ നോക്കിയില്ലെങ്കിലും, മനുഷ്യൻ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും, മനുഷ്യൻ നിങ്ങളെ കൈവിട്ടാലും നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ കൈവിടാത്ത ഒരൊറ്റ വ്യക്തിയാണ് സ്വർഗത്തിലെ ഉടയവനായ അപ്പൻ. ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. നീ അപ്പനെ സ്നേഹിച്ച് ആ ഉടയവനായ അപ്പനോട് നീ ചേർന്നിരിക്കുക. ദൃഢനിശ്ചയത്തോടെ വിശ്വസ്തയോടെ ഇരിക്കുക. സ്വർഗത്തിൽ അപ്പൻ നിനക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും ആവശ്യമായിരിക്കുന്നത് നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. നീ സമർപ്പിക്ക്, എന്നോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, മനുഷ്യന്റെ മുഖം നോക്കി ഞാൻ നിരാശപ്പെട്ടു, വ്യക്തികളെ നോക്കി ഞാൻ നിരാശപ്പെട്ടു, എൻ്റെ സങ്കടം ആരും കേൾക്കാനില്ല എന്ന് ചിന്തിച്ച് ഞാൻ നിരാശപ്പെട്ടു, എന്നെക്കുറിച്ച് ആർക്കും ഒരു ഓർമ്മയില്ലല്ലോ എന്നോർത്ത് ഞാൻ നിരാശപ്പെട്ടു. ഇന്നു മുതൽ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ അറിയുന്നു. അതുകൊണ്ട് ഉയരത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള നന്മയാണ്. ആ അപ്പനോട് ഞാൻ ചേർന്നിരിക്കും. എൻ്റെ ദൈവമേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ മനുഷ്യന്റെ വാക്ക് കേട്ട്, മനുഷ്യൻ്റെതായ ഇടപെടൽ കണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഇവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും ദൈവസമാധാനവും വെളിപ്പെടട്ടെ.
ഇവർക്ക് വേണ്ടി സ്വർഗം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇവരെ കണ്ണുകൊണ്ട് കണ്ടവർ സന്തോഷിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.